ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കായിട്ടുള്ള നെയ്വടയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം അതിനായിട്ട് ആദ്യം തന്നെ മൈദ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കണം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ, കാരണം നമ്മുടെ ബേക്കിംഗ് പൗഡറും മൈദയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവണം. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് വീഡിയോയെക്കുറിച്ച് എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും അതെല്ലാം കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കും കൂടി ചെയ്യണേ. ഇപ്പോൾ ഞാനിതായത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് തൈരാണ് ചേർത്തിട്ടുള്ളത്. തൈര് ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലോട്ട് നെയ്യാണ്, 1/4 കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച നെയ്യ് ആയതുകൊണ്ട് ഞാനൊന്ന് ചൂടാക്കിയിട്ടാണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചൂടോടുകൂടി ഒഴിക്കണമെന്നൊന്നുമില്ല കേട്ടോ, നമ്മൾ 1/4 കപ്പ് നെയ്യ് ചേർത്താൽ മാത്രം മതി. അപ്പോൾ നെയ്യും കൂടി ചേർത്തു. ഇനി നമുക്കിതിലോട്ടൊരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുക്കണം. കൈ വെച്ച് തന്നെ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പം കുഴച്ചെടുക്കുന്ന സമയത്ത് എനിക്കിപ്പോൾ 1/4 കപ്പ് വെള്ളം തന്നെ മതിയായിട്ടുണ്ട് കുഴച്ചെടുക്കാൻ. നിങ്ങൾക്ക് വെള്ളം പോരായിക തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ഒരുമിച്ച് അങ്ങ് ചേർക്കാതെ കുറേശ്ശെ ചേർത്ത് പാകത്തിനാക്കിയിട്ട് കുഴച്ചെടുക്കാം. എനിക്കിപ്പോൾ 1/4 കപ്പ് വെള്ളം മാത്രമേ ആവശ്യമായി വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാനിതാ മാവ് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പാകത്തിന് മാവ് കുഴച്ചെടുക്കാം. നന്നായിട്ട് ഹാർഡായിട്ടുമില്ല, എന്നാൽ നന്നായിട്ട് ലൂസായിട്ടില്ല, ആ ഒരു ലെവലിൽ ഉണ്ടല്ലോ, ഈ ഒരു പാകത്തിന് നമ്മൾ മാവ് കുഴച്ചെടുക്കാം. ഇനി മാവ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ സൈഡിലൊന്ന് കുറച്ച് ഓയിലാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഓയിലാക്കിയതിന് ശേഷം ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 15 മിനിറ്റ് സമയം ഈ മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇനി ആ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു പാത്രത്തിലോട്ട് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്കിതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കാപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 3-4 ഏലക്ക ചതച്ചിട്ടാലും മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിക്കണം. തിളപ്പിച്ച് കുറുക്കിയെടുക്കൊന്നും വേണ്ട കേട്ടോ, കുറച്ച് സമയം നന്നായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി. നന്നായി തിളച്ച് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ മാവ് എടുത്തിട്ട് നമുക്കിനി നമ്മുടെ നെയ്വട റെഡിയാക്കാം. ഇനി മാവ് എടുത്തിട്ട് നെയ്വടയുടെ ഷേപ്പിലോട്ടൊന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ അതാ ഞാനൊന്നുകൂടി ജസ്റ്റ് ഒന്ന് കുഴച്ച് കൊടുത്തിട്ട് അതിൽ നിന്ന് ഒരു ഉരുള എടുക്കുന്നുണ്ട്. ഇനി ഉരുള എടുത്തിട്ട് ആദ്യം നമ്മൾ കയ്യിൽ വെച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവൊന്ന് റെഡിയാക്കി എടുക്കുമല്ലോ. ഉരുള എടുത്താലും നമ്മളതൊന്ന് കുഴച്ച് കയ്യിൽ വെച്ചിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് കുഴച്ചിട്ട് നമ്മൾ ഉരുള ഒന്ന് റെഡിയാക്കി എടുക്കും. ആ ഒരു രീതിക്ക് ആക്കിയെടുക്കുക. അപ്പോൾ ഉരുള നല്ല ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം കയ്യിൽ വെച്ചിട്ട് ഇതാ നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടാനുണ്ടോ, ഇങ്ങനെ നന്നായിട്ട് ഉരുട്ടി കൊടുക്കുക. നന്നായിട്ട് ഉരുട്ടിയതിന് ശേഷം നമ്മൾ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. അതിനുശേഷം ഇതാ വിരലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഓൾസാക്കി കൊടുക്കണം. ഇങ്ങനെ 2 വശവും ഇതുപോലെ ഓൾസാക്കി കൊടുക്കുക. 2 വശവും കൈയിട്ടിട്ട് ഇതുപോലെ ഓൾസാക്കി എടുക്കുക. അങ്ങനെ നമ്മൾ വട ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ഷേപ്പാക്കി എടുക്കുന്ന സമയത്ത് ഇത് മാവ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കയ്യിൽ കുറച്ച് ഓയിൽ എന്തെങ്കിലും തേച്ച് കൊടുക്കുക. കുറച്ച് ഓയിലാക്കിയിട്ട് നമ്മളിങ്ങനെ ഷേപ്പാക്കി എടുക്കുകയാണെങ്കിൽ ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. അഥവാ ഇനി നിങ്ങൾക്ക് കയ്യിൽ ഒട്ടിപ്പിടിച്ച് കുറച്ച് ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ നമ്മൾ വിരൽ വെച്ച് ഓൾസാക്കുന്ന സമയത്ത് കയ്യിൽ ഓയിലാക്കിയിട്ട് അങ്ങനെ ഓൾസാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കൈ റിമൂവ് ചെയ്തെടുക്കാനൊക്കെ പറ്റും ഒട്ടിപ്പിടിക്കാതെ. അപ്പം നമുക്ക് നല്ല ഷേപ്പിലങ്ങ് ആക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഞാനിതാ ആക്കിയെടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ മാവും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതാ എല്ലാ വടയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ 10 വടയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാൻ അതിനായിട്ട് ഇതാ ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
ഓയിൽ ഒരു പകുതി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം കുറച്ച് കൊടുക്കുക. നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ, അപ്പോഴേ നമുക്ക് ഉള്ളു വെന്ത് കിട്ടുള്ളൂ. അപ്പം ഓയിൽ പകുതി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം കുറച്ച് കൊടുക്കാം. അതിനുശേഷം ഓരോ വടയും നമുക്ക് പാനിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ലോ ഫ്ലെയിമിലിട്ട് ഒരു വശം ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. നെയ്വട എന്ന് വെച്ചാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കുമാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കുമാണ് കേട്ടോ. ഞാനൊക്കെ ആദ്യം കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന സമയത്ത് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു നെയ്വട ഉണ്ടാക്കാനൊക്കെ ഭയങ്കര റിസ്ക്കാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കുന്നത്. എനിക്ക് തോന്നുന്നു ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന അത്രയും പണിയില്ല വട ഉണ്ടാക്കാൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പം ഒരു വശം ഒന്ന് കളർ മാറി വന്നപ്പോൾ ഞാനിതാ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ വശം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കളർ മാറി വരട്ടെ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കണം. ഇത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്നു, മധുരം ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അവർക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കൊടുക്കാനായാലും സ്കൂളിലേക്ക് കൊടുത്തയക്കാനായാലും ഒക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്ക് തന്നെയാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ ആ വശം ഒന്ന് കളർ മാറിയപ്പോൾ ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം, അപ്പോഴേ ഉള്ളു നന്നായി വെന്ത് കിട്ടുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പുറമേ കളർ മാറും, ഉള്ളു വേവാതെ പച്ചപ്പൊടിയായിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉള്ളു നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഇതാ നമ്മുടെ വട ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ആ അടിഭാഗം കൂടി ഒന്നുകൂടെ ഒന്ന് കളർ മാറി വന്നാൽ മതി. നിങ്ങൾക്ക് വേണേൽ കൂടുതൽ ഓയിൽ ഒഴിച്ചിട്ടും ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ കുറഞ്ഞ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഇനി നമുക്കിത് രണ്ട് വശം ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ പാത്രത്തിലോട്ട് മാറ്റി ആ ചൂടോട് കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഷുഗർ സിറപ്പിലോട്ട് നമ്മുടെ വട മാറ്റി കൊടുക്കണം. ആ ചൂടോട് കൂടി തന്നെ ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു വശം ഒരു 1-2 മിനിറ്റ് സമയം നമ്മൾ ഷുഗർ സിറപ്പിൽ വെച്ചാൽ മതി, കുറേ സമയമൊന്നും വെക്കണ്ട. അന്ന് വെച്ചതിന് ശേഷം നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അതുപോലെ മറ്റേ വശവും അതുപോലെ ഒരു 1-2 മിനിറ്റ് സമയം നമ്മൾ ഷുഗർ സിറപ്പിൽ വയ്ക്കുക. എന്നിട്ട് നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാവുന്നേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നെയ്വട റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഞാനത് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇരുട്ടാണ്, ഞാൻ എമർജൻസിയുടെ ലൈറ്റൊക്കെ വെച്ചിട്ട് വീഡിയോ എടുത്തതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുണ്ട് എടുക്കുന്നത്. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.